ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസ് റെസിപ്പിയാണ്, ഒമാനി കാബൂലി റൈസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രം ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചുവപ്പ് കളറാവണ വരെ ഒന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് സ്കിന്നോട് കൂടിയിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. ഞാനിവിടെ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതായത് ചിക്കൻ വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ പീസസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സവാളയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് പ്ലെയിൻ റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. ഓൾറെഡി ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ചിക്കൻ സ്റ്റോക്കിൽ ഉണ്ടാവും, അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ചുകൂടി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിയുടെ മുകളിലായിട്ട് ഒരു 1 ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമ്മളിതിനൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഒന്ന് ബ്രോയിൽ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് കുറച്ച് പെപ്രിക്കയും ഓലിവ് ഓയിലും കൂടി ചിക്കൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിൽ വെക്കുന്നതിന് പകരം ഫ്രൈയിങ് പാനിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അരി ഒന്ന് നോക്കാം. അതിലേക്ക് ഇതേപോലെ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ അരിനെ വേവിക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കനമില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. സവാള ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെളുത്ത കടലയും അതേപോലെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കടലയും അതേപോലെ കുറച്ച് ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ അത് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ അരി റെഡി ആയിട്ടുണ്ടാവും. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചിക്കനും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നമ്മൾ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് ഗ്രില്ല് ചെയ്തിട്ടെടുത്തത്. ഇനി നമുക്ക് ഇതേപോലെ വലിയൊരു പാത്രത്തിൽ ആദ്യം റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലയും അതേപോലെ റൈസിൻസൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടെടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.